റയൽ മാഡ്രിഡ് വേഴ്സസ് സെൽറ്റ വിഗോ ഇന്നത്തെ മത്സരം 2-1 റയൽ ജയിച്ചു. പക്ഷേ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കയറി എന്ന് തന്നെ പറയണം റയൽ മാഡ്രിഡ്. കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി റയൽ ഒരു ടാറ്റിക്സ് ഇല്ലാണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു കോച്ച് അവരെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻ്റെ സമയത്ത് കോച്ച് പ്ലേയേഴ്സിനോട് പറയണത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കളിച്ച പിള്ളേരെ ഞാൻ ഒന്നും പറയാനില്ല. മീൻസ് ആ ഒരു രീതിയിലാണ് കളിയുടെ മൂവ്മെൻറ്റ്. വിനീഷ്യസിൻ്റെ ഇഷ്ടമുള്ള രീതി ഞാൻ കുറേ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് കളി നടക്കുന്നത്. മീൻസ് ഒരു നല്ലൊരു അറ്റാക്കൊന്നും കാണാനില്ല റയലിൻ്റെ ബാക്കിൽ നിന്ന്. സത്യം പറയുക കഴിഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആക്ച്വലി ചൗമനി നല്ല നന്നായി കളിച്ചിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്, അതുപോലെ വാൽവേർഡെയും. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, മീൻസ് ബോൾ എത്തിക്കുന്നുണ്ട് നമ്മൾ സെൽറ്റ വിഗോൻ്റെ പോസ്റ്റ് വരെ ബോൾ എത്തിക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് ഗോൾ കൺവേർട്ട് ചെയ്യാൻ ഒരാളില്ല നമുക്ക്. ഒരു നമ്പർ 9 മിസ്സിങ് ശരിക്കും റയൽ മാഡ്രിഡിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു നമ്പർ 9 ഇല്ല സത്യം പറയിച്ചാൽ. ഇപ്പോൾ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ അത് ഒരുവിധം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാണ്ടാണ് റയൽ മാഡ്രിഡ് കളിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നുവെച്ചാൽ വിനീഷ്യസ് പാസുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഫിനിഷ് ചെയ്യാൻ ആരും ഇല്ല. നല്ല കളി കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ ഒരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു പരിതാപകരമായ അവസ്ഥയാണിത് സത്യം പറയുക കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഒരുവിധം പ്ലെയേഴ്സൊക്കെ ഔട്ടാണ്, ഓക്കെ സമ്മതിച്ചു. എല്ലാം പുതിയ പിള്ളേരും കുറച്ച് പുതിയ പിള്ളേരും പിന്നെ നമ്മുടെ വാൽവേർഡ്, ചൗമനി, മെൻഡിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ അർണോൾഡ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് 11 ശരിക്കും ഗോൺസലോനെ ഇറക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നുവെച്ചാൽ വിനീഷ്യസ് വിങ് കളിച്ചോട്ടെ. എന്താ വെച്ചാൽ വിനീഷ്യസിന് സെൻറ്റർ ഫോർവേഡ്, ബ്രൈം ഡിയാസിന് വിനീഷ്യസിന് സെൻറ്റർ ഫോർവേഡായിട്ടാണ് കളിപ്പിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എനിക്ക് തോന്നുന്നു വിനീഷ്യസിനെ മാറ്റി ലെഫ്റ്റ് വിങ്ങിക്ക് തന്നെ മാറ്റി. എന്ന് വെച്ചാൽ ആൾ സെൻറ്റർ ഫോർവേഡാണ് കളിക്കുന്നത് വെച്ചാൽ പോലും ലെഫ്റ്റ് വിങ് കൂടെയാണ് കളിച്ചുകൊണ്ട് പോണത്. സോ അപ്പോൾ ഗോൺസലോനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെയും നമുക്ക് ഗോളുകൾ അടിക്കാൻ പറ്റിയേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെച്ചാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഗോൾ അടിക്കാൻ ഇന്നലത്തെ കളി. ഇപ്പോൾ ഒരു റയൽ മാഡ്രിഡ് ഫാൻസിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നണമെന്നറിയോ, നമ്മളിപ്പോൾ ഒരു ചെറിയ ടീമിൻ്റെ ഒപ്പമാണ് കളിക്കണമെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മുടെ ടീമിനെ ആലോചിച്ചിട്ട്. മീൻസ് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാണ് പോണത് ടീം. ഒരു നല്ല കോച്ചില്ല, ആകെ ഒരു ഭയങ്കര ഒരു ഇഷ്യൂയിലൂടെയാണ് റയൽ മാഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു കോച്ച് വന്നാൽ ഇപ്പോൾ മാറിയിരിക്കാം, പക്ഷേ ഇപ്പോൾ ഒരു ടാറ്റിക്സ് ഇല്ലാണ്ടും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട്. ഇനിയിപ്പോൾ സിറ്റിയുടെ ഒപ്പം ചെല്ലുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റയൽ ഇങ്ങനെയാണ് സിറ്റിയുടെ മുമ്പിൽ കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അറഞ്ചം പൊറിഞ്ചം സിറ്റി ഗോളടിച്ച് കയറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആരും സിറ്റിയുടെ ഒപ്പമുള്ള കളിക്ക് വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പോകണ്ട. പക്ഷെ അത്രയും ഒരു മോശം ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയില്ല, ഇനി അടുത്ത സീസൺ നല്ലൊരു കോച്ച് വരട്ടെ, ടാറ്റിക്സുകൾ വരട്ടെ, നന്നായി കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കഴിഞ്ഞ സീസണെ വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ ഭയങ്കര ശോകമായി. കഴിഞ്ഞ സീസൺ കണ്ട് ഭയങ്കര ശോകമായിട്ട് എനിക്ക് തോന്നണം കേട്ടോ. പിന്നെ തീബോ കോർട്ടുവ എന്നുള്ളൊരു ഗോൾ കീപ്പർ, ആളുടെ പേര് എല്ലാ വീഡിയോസിലും എടുത്ത് പറയണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ആളുള്ളതുകൊണ്ടാണ് ഇന്നലെ ജയിച്ചതും. അല്ല, ഈ രണ്ട് അവസാനത്തെ ആസ്പാസിൻ്റെ ഗോളല്ല, ആസ്പാസിൻ്റെ ട്രൈയും അതുപോലെ വേറെ ഏതൊരു സെൽറ്റ വിഗോ പ്ലെയറിൻ്റെ ട്രൈ ഉണ്ടായിരുന്നു. അതിന് ഫസ്റ്റ് ഹാഫിൽ അവർ 2-3 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിലൊരു അറ്റംപ്റ്റ് തീബോൻ്റെ സേവ് ആയിരുന്നു. ആൾ കാരണമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നത്, അല്ലാണ്ട് ഡിഫൻസിൻ്റെ മികവുകൊണ്ടൊന്നല്ല സത്യം പറയിച്ചാൽ.